ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് ഗൈസ് പാരഡൈസ്. റോഷൻ ആൻഡ്രൂസും ദർശനയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് പാരഡൈസ്. കഴിഞ്ഞ ദിവസം OTT റിലീസായിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. സാധാരണ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ബോറ് പടമാണെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ സൂപ്പർ പടം. ഇത് അങ്ങനെ ഒന്നും ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. നിർവികാരനായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ കുറെ പോസിറ്റീവ് റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കും. എനിക്ക് പോസിറ്റീവായിട്ടും തോന്നുന്നില്ല, നെഗറ്റീവായിട്ടും തോന്നുന്നില്ല. ആവറേജ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിനിമ. 1.5 മണിക്കൂറുള്ള ഒരു ഈ സിനിമയുടെ ഡയറക്ടറെല്ലാം ശ്രീലങ്കക്കാരനാണ്. അപ്പം ഇതിലെ ഭാഷയും കാര്യങ്ങളും എല്ലാം വരുന്നത് കുറെ ശ്രീലങ്കൻ ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. ഇതിലെ ബാക്ക് സ്റ്റോറി ഒക്കെ നോക്കുവാണെങ്കിലും രാമായണത്തിൽ ബേസ് ചെയ്തിട്ടൊക്കെയാണെന്നാണ് ഈ ബാക്കിയുള്ള റിവ്യൂവിലെല്ലാം പറയുന്നത്. പക്ഷെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെയോ അല്ല ഇനി ഇന്നർ ലെയർ എല്ലാം മനസ്സിലാക്കി ബുദ്ധിജീവികൾക്കെല്ലാം കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് തോന്നുന്നു. ഒരു സാധാരണ പ്രേക്ഷകനെ അപേക്ഷിച്ച് ഈ ഒരു സിനിമ 1.5 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. നോർമൽ സ്റ്റോറി മനസ്സിലാകാൻ, ഒരു മീൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ചുമ്മാ കളയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ വെച്ച് കാണാം. പ്രത്യേകിച്ച് ഒരു കാര്യവും ഫീലും നമുക്ക് തോന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.